യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാന പ്രവർത്തകരിൽ ഒരാളായ ലോകരംഗത്തെ ഏറ്റവും അറിയപ്പെടുന്ന ചരിത്രകാരന്മാരിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ പണ്ഡിതന്മാരിൽപ്പെട്ട ഡേവിഡ് ഷുൾമാൻ്റെ വാക്കുകൾ ലോകം അതീവ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. ഇന്ന് പശ്ചിമേഷ്യ ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നത്, ഏറ്റവും പ്രധാനമായി ശ്രദ്ധ കൊടുക്കപ്പെടുന്നത് ഗസയിലെ അതീവ നിഷ്ഠൂരമായിട്ടുള്ള ജനോസൈഡിൻ്റെ വംശഹത്യയുടെ അവസ്ഥയിലേക്കാണ്. വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന പ്രദേശത്ത്, പടിഞ്ഞാറേക്കര എന്നറിയപ്പെടുന്ന പ്രദേശത്ത്, അവിടെയും പാലസ്തീനുകാർക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രദേശമാണ്. അവിടെ ഒരു ഭരണകൂടമുണ്ട്, മുഹമ്മദ് അബ്ബാസിൻ്റെ ലീഡർഷിപ്പിലുള്ള ഭരണകൂടം. പക്ഷേ ആ പടിഞ്ഞാറേക്കരയിലെ ജനങ്ങൾ ഇന്ന് ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്ന് പറയുന്നത്. ഗസയിലെ പൊട്ടിത്തെറിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ പടിഞ്ഞാറേക്കരയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോക ശ്രദ്ധയെ വരാത്ത വിധം അതീവ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് എന്നാണ്. ഇസ്രായേലിലെ വളരെ പ്രശസ്തനായ കവിയും സമാധാന പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ വ്യക്തിയാണ് ഡേവിഡ് ഷുൾമാൻ. ഷുൾമാൻ ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ ചരിത്രവുമായിട്ട്, മധ്യകാല ദക്ഷിണേന്ത്യ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വളരെ പ്രശസ്തമാണ്. ആഗോളതലത്തിൽ തന്നെ കവി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹം വളരെയേറെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്ത്യയിൽ വന്ന സമയത്ത് ദ ഹിന്ദു പത്രവുമായി നടത്തിയ ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഈ ഷുൾമാൻ്റെ അഭിമുഖത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഷുൾമാൻ ഈ അഭിമുഖത്തിൽ പറഞ്ഞത് പശ്ചിമേഷ്യ, പ്രത്യേകിച്ച് പടിഞ്ഞാറേക്കര വെസ്റ്റ് ബാങ്ക് ഇന്ന് ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെസ്റ്റ് ബാങ്ക് എ കോൾഡ്രൺ ദാറ്റ് ക്യാൻ എക്സ്പ്ലോഡ് എനി മൊമെൻറ്റ്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നികുണ്ഡമാണ് എന്ന് ഷുൾമാൻ ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാന പ്രവർത്തകരിൽ ഒരാളായ ലോകരംഗത്തെ ഏറ്റവും അറിയപ്പെടുന്ന ചരിത്രകാരന്മാരിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ പണ്ഡിതന്മാരിൽപ്പെട്ട ഡേവിഡ് ഷുൾമാൻ്റെ വാക്കുകൾ ലോകം അതീവ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ പശ്ചിമേഷ്യൻ അന്തരീക്ഷത്തെക്കുറിച്ച്, ഇന്ന് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ചെന്നുപെട്ടിരിക്കുന്ന ധാർമ്മികവും രാഷ്ട്രീയവുമായ ഗുരുതരമായ പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒരു ദീർഘകാല ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ, ഒരു സാമൂഹിക വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ ലോക സമൂഹം വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ അതിൽ പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഡേവിഡ് ഷുൾമാൻ പറയുന്നത് ഇന്ന് പശ്ചിമേഷ്യ ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. പശ്ചിമേഷ്യയിലെ മൊത്തം പ്രതിസന്ധിയുടെ പിന്നിലുള്ളത് ആഗോള താല്പര്യങ്ങളാണ്, സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ്, സാമ്പത്തിക താല്പര്യങ്ങളാണ്, വിഭവങ്ങളുടെ നേരെയുള്ള പിടിമുറുക്കാനുള്ള താല്പര്യങ്ങളാണ്. ഇതെല്ലാം ലോകത്ത് പൊതുവിൽ അറിയപ്പെടുന്നൊരു സംഗതിയാണ്. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നത്, ഏറ്റവും പ്രധാനമായി ശ്രദ്ധ കൊടുക്കപ്പെടുന്നത് ഗസയിലെ അതീവ നിഷ്ഠൂരമായിട്ടുള്ള ജനോസൈഡിൻ്റെ വംശഹത്യയുടെ അവസ്ഥയിലേക്കാണ്. തീർച്ചയായും ആ പ്രദേശത്തിൻ്റെ വടക്കൻ പ്രദേശം പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. മഹാഭൂരിപക്ഷം ജനങ്ങളെയും തെക്കോട്ട് ആട്ടിയോടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഗസയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും, ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് കോളനികളിൽ, അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ആണ് ജീവിക്കുന്നത്. അവർക്ക് വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്ഷണമില്ല, ആരോഗ്യ സൗകര്യങ്ങളില്ല, വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല, ഒന്നുമില്ലാതെ അങ്ങേറ്റം കാടൻ ജീവിതം നയിക്കാൻ ബാധ്യസ്ഥരായ ശിലായുഗ സമാനമായ അന്തരീക്ഷത്തിലാണ് ഈ മനുഷ്യർ കഴിയുന്നത്. അവരുടെ പ്രശ്നങ്ങൾ പക്ഷേ ലോക ശ്രദ്ധയിലുണ്ട്. മറുഭാഗത്ത് വളരെ ഗുരുതരമായ മറ്റൊരു പ്രതിസന്ധി
വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന പ്രദേശത്ത്, പടിഞ്ഞാറേക്കര എന്നറിയപ്പെടുന്ന പ്രദേശത്ത്, അവിടെയും പാലസ്തീനുകാർക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രദേശമാണ്. അവിടെ ഒരു ഭരണകൂടമുണ്ട്, മുഹമ്മദ് അബ്ബാസിൻ്റെ ലീഡർഷിപ്പിലുള്ള ഭരണകൂടം. പക്ഷേ ആ പടിഞ്ഞാറേക്കരയിലെ ജനങ്ങൾ ഇന്ന് ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. എന്താണെന്ന് പറയുന്നത്, ഗസയിലെ പൊട്ടിത്തെറിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ പടിഞ്ഞാറേക്കരയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോക ശ്രദ്ധയെ വരാത്ത വിധം അതീവ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന നിരവധി പലസ്തീനിയൻ കുടുംബങ്ങളെ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ, അവരുടെ പ്രദേശങ്ങൾ, അവരുടെ ഗ്രാമങ്ങൾ, അവരുടെ വീടുകൾ അങ്ങനെ തന്നെ പിടിച്ചെടുക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായിട്ട് ഈ കുടിയേറ്റക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്രായേലി കടന്നാക്രമണക്കാർ അവർ ആ പ്രദേശങ്ങൾ, വില്ലേജുകൾ, ഗ്രാമങ്ങൾ ഓരോന്നോരോന്നായി കീഴടക്കി സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിക്കുകയാണ്, തങ്ങളുടെ കുടിയേറ്റ പ്രദേശങ്ങൾ സ്ഥാപിക്കുകയാണ്. ഇത് ഈ പ്രദേശങ്ങളെ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ദീസ് ആർ ദ സ്റ്റോളൻ പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. ഫലസ്തീനിയൻ ജനങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന, പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളാണ് വെറും അധികാരത്തിൻ്റെ, വെറും ശക്തിയുടെ, കൈക്കരുത്തിൻ്റെ ബലത്തിൽ ഫലസ്തീനിയൻ കുടുംബങ്ങളെ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടിയോടിച്ചിട്ട്, അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ആട്ടിയോടിച്ച് ആ പ്രദേശങ്ങൾ ഇസ്രായേലി കയ്യേറ്റക്കാർ പിടിച്ചെടുക്കുകയാണ്. അതിനുള്ള യാതൊരു നിയമപരമായിട്ടുള്ള അവകാശം അവർക്കില്ല, ധാർമ്മികമായ അവകാശമില്ല, ആഗോള സമൂഹത്തിൻ്റെ പിന്തുണ അവർക്കില്ല. ഐക്യരാഷ്ട്രസഭയടക്കമുള്ള ലോക സംഘടനകൾ അതിനെ പരിപൂർണമായിട്ട് ശക്തിയായിട്ട് എതിർക്കുന്നുണ്ട്. ഇസ്രായേലി നിയമപ്രകാരം പോലും ഈ കടന്നാക്രമണം നിയമവിരുദ്ധമാണ്. എന്നിട്ടും ഈ കടന്നാക്രമണം തുടരുന്നു. കാരണം ഒരു അയൽ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ, അതിനെ അധികാരികൾ, ഭരണകൂടം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥ, ലോക സമൂഹം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് എന്ന് ഷുൾമാൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ താമസിച്ചു വരുന്ന ജനങ്ങളാണ് അവർ. അവരുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന ഈ ആളുകൾക്ക്, ഈ അക്രമികൾക്ക് ഇസ്രായേലിൻ്റെ സർക്കാരിൻ്റെ പിന്തുണ കിട്ടുന്നുണ്ട്, ഇസ്രായേലി സായുധ സേനകളുടെ പിന്തുണ കിട്ടുന്നുണ്ട്, ഇസ്രായേലി വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ കിട്ടുന്നുണ്ട്, ഇസ്രായേലി മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും തെറ്റായ, ലോക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമാന്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. സംസ്കാര സമ്പന്നമായ ഒരു ജനതയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറയും. അതുകൊണ്ട് ഈ അവസ്ഥയിൽ പടിഞ്ഞാറേക്കരയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സമാനമായ ദുരിതങ്ങളാണ് പടിഞ്ഞാറേക്കരയിലും അനുഭവിക്കുന്നത്. അവിടെ ബോംബ് വീഴുന്നില്ലായിരിക്കാം, പക്ഷേ അവരുടെ ഭൂമി, അവരുടെ ജീവിത സൗകര്യങ്ങൾ, അവരുടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പിടിച്ചെടുക്കപ്പെടുന്ന അവസ്ഥയിൽ ഈ ഒരു ഗുരുതരമായ പ്രതിസന്ധിയിൽ ഒരു പൊട്ടിത്തെറി അനിവാര്യമാണ്. അതിന് നീണ്ടുപോകാനിടയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷുൾമാൻ ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു കാര്യം, ഇന്നത്തെ ഇസ്രായേലി സമൂഹത്തിൻ്റെ, ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളാണ് 90കളിൽ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവെറിയൻ സർക്കാരിന് ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലേക്ക്, റൊഡേഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് സെസിൽ റോഡ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരി അടക്കമുള്ള ആളുകൾ ആ പ്രദേശങ്ങൾ തങ്ങളുടെ കൈയടക്കിയെടുത്ത് ആ പ്രദേശങ്ങളിൽ തങ്ങളുടെ ഭരണകൂടം സ്ഥാപിച്ചത് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമാണ്. റൊഡേഷ്യ എന്നായിരുന്നു ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ, റോഡ്സിൻ്റെ പേരുള്ള പ്രദേശം. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ കറുത്ത വർഗ്ഗക്കാരെ അവരുടെ ബന്ദുസ്ഥാൻ എന്ന് പറയുന്ന കോളനികളിൽ കാട്ടിയോടിച്ച് യൂറോപ്യന്മാരുടെ ഏകപക്ഷീയമായ ഭരണമാണ് ദീർഘകാലമായിട്ട് അവിടെ നടന്നത്. അതിൽ വളരെ ദീർഘകാലത്തെ ഈ സമരങ്ങളിൽ അന്ത്യം എന്ന് പറയുന്നത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ പ്രസ്ഥാനമായിട്ട് വന്നു. വലിയ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളെ നടന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമരങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ തങ്ങൾക്കിനി മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന ബോധ്യം ഇസ്രായേലി തീവ്ര വലതുപക്ഷ അപ്പാർത്തൈഡ് ഭരണകൂടത്തിന് ഉണ്ടായി എന്നതാണ് ചരിത്രപരമായ വസ്തുത. യഥാർത്ഥത്തിൽ 90കളിൽ 94 മുതലുള്ള സമയത്ത് നെൽസൺ മണ്ടേല അടക്കമുള്ള ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അവരോട് നെഗോഷിയേറ്റ് ചെയ്ത്, അവരോട് ചർച്ച ചെയ്ത് ഈ ഗുരുതരമായ പ്രതിസന്ധിയിൽ രക്ഷപ്പെടാനാണ് വില്യം ഡി ക്ലർക്കിനെ പോലുള്ള ആഫ്രിക്കയിലെ വെള്ളക്കാരായ വംശീയവാദികളായിട്ടുള്ള നേതാക്കൾ തയ്യാറായത്. അങ്ങനെയാണ് റോബൻ ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപിൽ ഏതാണ്ട് 10-30 വർഷക്കാലമായിട്ട് തടവിൽ കഴിഞ്ഞിരുന്ന
മണ്ടേലയെ ഒരു ദിവസം അവർ പിന്നെ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടവുമായി ചർച്ചയ്ക്ക് കൊണ്ടുപോവുകയാണ്. മണ്ടേല അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നത് ദ ലോങ് റോഡ് ടു ഫ്രീഡം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് പോലീസുകാർ അപ്രത്യക്ഷരായി. തനിക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം, ഓടി രക്ഷപ്പെടാം അങ്ങനെ എന്തോ ഒരു ദുരുദ്ദേശം അവർക്കുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് ഇവരിങ്ങനെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് തനിക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം തരുന്നത് വഴി എന്തോ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് അവർ എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അവിടെ അടിയുറച്ചിരുന്നു. പിന്നീട് അവർ കൊണ്ടുപോയത് ചർച്ചയ്ക്കാണ്. ചർച്ചയെ തുടർന്നാണ് അധികാര കൈമാറ്റത്തിനുള്ള മാർഗങ്ങളുണ്ടായത്. സമരം സമാധാനപരമായ രൂപത്തിൽ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഒരു സമാധാനത്തിലേക്ക് അവസാനിച്ചത്. അങ്ങനെയാണ് നെൽസൺ മണ്ടേല ആഫ്രിക്കയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥയുണ്ടായത്. വംശീയ ഭരണകൂടം സ്വയം കുഴിച്ച കുഴിയിൽ എത്തിപ്പെടുകയും അവർക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥ വരികയും ചെയ്തതിന് ശേഷമാണ് ഈ അധികാര കൈമാറ്റം ഉണ്ടായത്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ആഫ്രിക്കയിലെ വംശീയ ഭരണകൂടം മാത്രമല്ല, ആഫ്രിക്കയിലെ വെള്ളക്കാരുടെ പോലും സമൂഹം അതിഗുരുതരമായ പ്രതിസന്ധിയിൽ ചെന്നുവിടുമായിരുന്നു. അവരുടെ എല്ലാ അടിത്തറകളും തകർക്കപ്പെടുമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ അധികാരം വിട്ടൊഴിയാൻ തീരുമാനിച്ചത്. ഏതാണ്ട് സമാനമായ ഒരവസ്ഥയിലേക്ക് ഇന്ന് ഇസ്രായേലി സമൂഹവും ഇസ്രായേലി ഭരണകൂടവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ചരിത്രകാരനായിട്ട് ഡേവിഡ് ഷുൾമാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അന്ന് ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന അതേ തരത്തിലുള്ള ഒരു ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇസ്രായേലി ഭരണകൂടത്തിന് ജനങ്ങളുടെ പിന്തുണയില്ല. ഇസ്രായേലി പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലി പട്ടാളത്തിൻ്റെ പ്രവർത്തനങ്ങൾ ലോക സമൂഹത്തിന് മുമ്പിൽ ഒരു സംസ്കാര സമ്പന്നമായ പട്ടാളത്തിന് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളല്ല അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലോക സമൂഹത്തിൻ്റെ പിന്തുണ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അവർക്ക് ഈ തരം പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ കാര്യങ്ങളാകെ മാറിമറിയുകയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇന്ന് തങ്ങളുടെ അധികാരവും പണവും ശക്തിയും പ്രയോഗിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെന്നുപെട്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധി, ധാർമ്മികമായ പ്രതിസന്ധി, രാഷ്ട്രീയമായ പ്രതിസന്ധി, സൈനികമായ പ്രതിസന്ധി, ഈ പ്രതിസന്ധികളെ മുറിച്ചു കടക്കാൻ കഴിയാത്ത വിധം അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് നെതന്യാഹുവിൻ്റെ ഭരണകൂടം എന്നാണ് ഇസ്രായേലി ചരിത്രകാരനും കവിയും സാമൂഹിക പ്രവർത്തകനുമായ ഡേവിഡ് ഷുൾമാൻ നമ്മളോട് പറയുന്നത്. ഇതാണ് പൊതുവിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആയുധശക്തി കൊണ്ട് മുന്നോട്ട് പോകാവുന്ന എല്ലാ അവസ്ഥയും അവസാനിച്ചു കഴിഞ്ഞു. ഇനി സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുമായിട്ട്, തങ്ങൾ കീഴടക്കാൻ ശ്രമിച്ച ജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു പരിഹാരമുണ്ടാക്കുക, അല്ലെങ്കിൽ സമ്പൂർണ്ണമായ തകർച്ച, ഇത് മാത്രമാണ് അവരുടെ മുമ്പിലുള്ള മാർഗം എന്നാണ് ഡേവിഡ് ഷുൾമാൻ നമ്മളോട് പറയുന്നത്.